നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്ക് ആ വാള് തന്നത് ചെമ്പകമംഗലത്തെ സാവിത്രിയാ. അത് ശരി. അപ്പോ അവിടെ അങ്ങനെ ഒരു പ്ലേ നടക്കുന്നുണ്ടല്ലേ? മാഡം ഇങ്ങ് തരൂ. മീനാക്ഷി നിരപരാധിയാണത്രേ. വാള് മോഷ്ടിച്ചത് മൈഥിലിയാണ് പോലും. ഹൗ ടു സെൽ ഇല്ലീഗൽ പ്രോപ്പർട്ടീസ് ഇൻ ഇന്റർനാഷണൽ ബേസ്, ബാങ്കിംഗ് ഡീറ്റെയിൽസ്. ഇതൊക്കെ ഈ ഫോണിൽ സെർച്ച് ചെയ്തത് മൈഥിലിയാണോ? എന്താ ഞാൻ പറഞ്ഞത് ആർക്കും മനസ്സിലായില്ലേ? നിരോധിത വസ്തുക്കൾ ഇന്റർനാഷണൽ മാർക്കറ്റിൽ എങ്ങനെ വിറ്റഴിക്കാമെന്നും ബ്ലാക്ക് മാർക്കറ്റിലൂടെ അത് എങ്ങനെ സുരക്ഷിതമായി പുറത്തെത്തിക്കാമെന്നും നെറ്റിൽ സെർച്ച് ചെയ്തിരിക്കുന്നു. പല അണ്ടർവേൾഡ് ബിസിനസ്സുകാരെയും ഇതിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. ഇതെല്ലാം മീനാക്ഷിയുടെ ഫോണിൽ ചെയ്തത് മൈഥിലിയാണോ? മീനാക്ഷി ഇപ്പൊ എവിടെയുണ്ട്? മീനാക്ഷി മിസ്സിംഗ് ആണ്. ഓക്കെ, ഞാൻ കണ്ടെത്തിക്കോളാം. ഹലോ സർ, ACP സഹീറയാണ്. പറയൂ സഹീറ. സർ, ഞാൻ ആ ചെമ്പകമംഗലത്തെ വാള് മോഷ്ടിച്ച പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തതിനു ശേഷം എന്റെ ഫസ്റ്റ് കേസാണ്. സാറിന്റെ അനുഗ്രഹം വേണം. വളരെ ആലോചിച്ചതിന് ശേഷം മാത്രമേ ഒരു തീരുമാനമെടുക്കാവൂ. ഇതിനു മുമ്പിരുന്ന ACP കേസ് അന്വേഷിക്കാൻ പോയിട്ട് ചെയ്തു കൂട്ടിയ കോലാഹലമൊന്നും ചെറുതല്ല. മീഡിയക്കാരെടുത്തിട്ട് ചെണ്ട കൊട്ടുകയായിരുന്നു. കാർത്തിക്കിന്റെ കസേര തെറിച്ചത് ഈ കേസില. ഡിപ്പാർട്ട്മെന്റിന് നാണക്കേടുണ്ടാക്കി വെക്കരുത്. എനിക്കത്രേ പറയാനുള്ളൂ. അങ്ങനെ പേടിക്കുന്ന ആളല്ല സർ സഹീറ തങ്ങൾ. യഥാർത്ഥ പ്രതിയെ തന്നെ ഞാൻ കൊണ്ടുവന്നിരിക്കും. ഓക്കെ. മൈഥിലി, മൈഥിലി, മൈഥിലി എഴുന്നേക്ക്. മൈഥിലി, മൈഥിലി, മൈഥിലി എഴുന്നേക്ക്. ഹലോ മാഡം, ടൗൺ സ്റ്റേഷനിൽ നിന്ന് CA സംസാരിക്കുന്നത്. പറയൂ ഇൻസ്പെക്ടർ. ആണോ? എവിടെ വെച്ച്? ഒരു സ്വർണ്ണക്കടയെന്ന കേസിലെ നിർണായകമായ ഒരു വഴിത്തിരിവാണ്. മാഡം ഉടനെ തന്നെ വരണം. ആരാ പരാതിക്കാരൻ? അത് ആ സ്വർണ്ണക്കടക്കാരൻ തന്നെയാണ്. ഓക്കെ, ഞാനിപ്പോ വരാം. ഡ്രൈവർ, വണ്ടി തിരിക്കും. വൈശാഖ് ഒരു ഡ്യൂപ്ലിക്കേറ്റ് വാൾ കൊണ്ടുവന്ന് തന്ന് ഞങ്ങളെ പറ്റിക്കാൻ നോക്കി. അവനെ കൊല്ലാതെ വിട്ടത് എന്റെയും ഇന്ദ്രജയുടെയും മര്യാദ. പോട്ടെ, ഇപ്പോൾ എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ഉടവാള് അനന്തഗോപൻ എവിടുന്ന് കിട്ടി? എവിടുന്ന് കിട്ടി, എങ്ങനെ കിട്ടിയെന്നൊക്കെ നിങ്ങൾ എന്തിനറിയണം? ഞാൻ നിങ്ങളെ എത്തിച്ച വാളവിടെ. അതെനിക്കിപ്പൊ കിട്ടണം. ഇല്ലെങ്കിൽ അതിന്റെ തുകയെങ്കിലും കിട്ടണം.
അത് എന്റെ കയ്യിൽ നിന്നല്ല നഷ്ടപ്പെട്ടെന്ന് മലയാളത്തിലല്ലേ നിങ്ങളോട് പറഞ്ഞത്? ദേ, മുട്ടാപ്പോക്കും മുടന്തൻ രായവും പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കിയാലുണ്ടല്ലോ ദേവരാജ, അതൊക്കെ അങ്ങ് മാറുനാട്ടി മതി. കേരളത്തിൽ ചെലവാവില്ല, പറഞ്ഞേക്കാം. ചെലവാവൂന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ ചോദിച്ചതിന് നിങ്ങൾ മറുപടി പറയ. എന്നെ കൊണ്ട് ഏൽപ്പിച്ച വാള് നിങ്ങൾക്ക് എവിടുന്ന് ആര് തന്നു? പറയാൻ എനിക്ക് മനസ്സില്ലെങ്കിലോ? സത്യം പറഞ്ഞാല് നിനക്ക് ഈ ചന്ദ്രഗിരി ദേവരാജനെ കുറിച്ച് ഒന്നും അറിയില്ല. എന്റെ യഥാർത്ഥ മുഖം നീ കണ്ടിട്ടുമില്ല. നിങ്ങളെന്താ എന്നെ ഭീഷണിപ്പെടുത്ത്? ഹോ, ഭീഷണിയല്ല, സത്യം പറഞ്ഞതാ. ആ വാള് നിനക്കാര് തന്നുവെന്ന് നീ എന്നോട് തുറന്നു പറയണം. പറയിപ്പിച്ചിട്ടേ ഞാൻ നിന്നെ വിടൂ. പറയണം. വിടാ. നീ പറഞ്ഞില്ലെങ്കിലേ ഇന്ന് നീ നിന്റെ വീട്ടിലെത്തില്ല. ഒരു ദുർമരണത്തില് നിന്റെ കഥ തീരും. ഇന്ന് രാത്രിയില് നീ മോർച്ചറിയിൽ വിശ്രമിക്കും. മനസ്സിലായടാ? കാറിൽ വീട്ടിലേക്ക് പോകുന്ന നിന്റെ ജീവൻ എടുക്കാൻ വഴിവക്കിലൊരു ട്രക്ക് കാത്തുനിൽപ്പുണ്ടാവും. എന്നെ കൊണ്ട് അങ്ങനെ ഒരു പാപം ചെയ്യിക്കല്ലടോ ആനന്ദഗോപ. ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കുടുംബം തനിക്കുമില്ലേടോ? എന്തിനാടോ അവരെ വെറുതെ അനാഥരാക്കുന്നത്? ഇനി പറയ, ആ വാൾ എവിടുന്ന് കിട്ടി? സാവിത്രി. എനിക്ക് ആ വാള് തന്നത് ചെമ്പകമംഗലത്തെ സാവിത്രിയാ. അത് ശരി. അപ്പോ അവിടെ അങ്ങനെ ഒരു പ്ലേ നടക്കുന്നുണ്ടല്ലേ? ഇവളാണല്ലേ കക്ഷി? അതെ മാഡം. ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല മാഡം, എന്നെ രക്ഷിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.